പെറ്റ തള്ള പറഞ്ഞു രാമനുണ്ണിക്ക് ഭ്രാന്താന്ന്. ചങ്ങാതിമാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, അങ്ങനെ സ്വന്തക്കാരും അന്യരും പറഞ്ഞിട്ടും ഞാൻ ആരുടെ മുന്നിലും നിഷേധിച്ചില്ല. കാരണം അത് സത്യ. ആ ഭ്രാന്തിന് വർഷങ്ങളുടെ പ്രായമുണ്ട്. ആ ഭ്രാന്തിനെയും കൊണ്ടാണ് രാമനുണ്ണി വളർന്നത്. രാമനുണ്ണിക്ക് ഇഷ്ടാത് വളരെ. എന്നേക്കാളും എനിക്ക് ഇഷ്ടമാണ് ഇന്ദു നീ എന്ന് പറയുന്ന ആ ഭ്രാന്തിനെ. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, തമ്പുരാക്കന്മാരുടെ പരമ്പരയല്ല എന്ന് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടെ ഒരു പെണ്ണിനെ? പക്ഷേ പിഴച്ചുപോയി. നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ പെട്ട പാടുകളെല്ലാം വെറുതെയായി. ഇപ്പൊ പോലീസ് നിർത്താതെ ഓടുന്നുണ്ട്. എന്നെ പിടിക്കാനാ? പിടി ഞാൻ കൊടുക്കും. കോടതിയും ജയിലും കുറച്ചു നാളത്തെ കളി വേണ്ടിവരും. പക്ഷേ ഇറങ്ങിപ്പോരും ഞാൻ. പക്ഷേ അതിനിടയിൽ നിന്നെയും കൊണ്ട് ശ്രീഹരി നാട് വിട്ടു പോയാൽ അതെനിക്ക് ഒട്ടും പിടിക്കില്ല. അതുകൊണ്ട് രാമനുണ്ണിക്ക് ഈ മണിയറയിൽ നിന്നെ വേണം. നീ രാമനുണ്ണി അറിയണം. അതിന്റെ ഒരു ഓർമ്മ, ആ ജയം, അത് വേണ്ടേ ഇനിയുള്ള കാലം എനിക്ക് ജീവിക്കാൻ? ഇന്നാ ഈ പൊന്നു മുഴുവൻ കയ്യിലും കഴുത്തിലും ഇട്ട് ഈ പുടവയും ചുറ്റിവാ. നല്ല മഴ. അത്തിപ്പറ്റ ഇടവഴിയിൽ വെച്ച് നീ ശ്രീഹരിക്ക് മുത്തം കൊടുത്തപ്പോഴും ഇതുപോലെ മഴയായിരുന്നു. ഇതെനിക്ക് വേണ്ടി പെയ്യുന്ന മഴയാ. നീ എന്നെ കൊന്നു രാമനുണ്ണി. അതിനപ്പുറം നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ കൊന്നിട്ട് ജയിച്ചു എന്ന് വരുത്താൻ ആ പൊന്നും പുടവെ നിനക്ക് എന്റെ ശവത്തിന്റെ മേലെ മൂടാം. കൊല്ലില്ല ഞാൻ. നിന്നെ ദ്രോഹിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ ഇവിടെ എനിക്ക് ജയിക്കാൻ നിന്നെ കരയിക്കേണ്ടി വരുമെങ്കിൽ ഞാൻ ചെയ്യും. പറഞ്ഞതനുസരിക്ക് പെണ്ണേ. ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്. പോലീസിനെ വെട്ടിച്ച് നീ തറവാട്ടിലെ കിടപ്പുമുറിയിൽ ഒളിച്ചിരിക്കുക. ഇതെന്താ മുല്ലപ്പൂ ഡെക്കറേഷൻസ്? എടാ മണ്ടൻ കണാര, നീ അയച്ച ടാക്സി വണ്ടി ഇവൾക്കറിഞ്ഞ ചൂണ്ടയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇവളെ തനിച്ചയച്ചത്. അതിന്റെ പുറകെ വന്നാൽ അറ്റത്ത് വടിയും പിടിച്ച് നീ കാണുമെന്ന് അറിയാമായിരുന്നു. എടാ മോനെ, ഈ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്യലൊക്കെ ഒരു ഔട്ട് ഓഫ് ഫാഷൻ പരിപാടിയാണ്. അല്ലെങ്കിൽ നിന്റെ തന്ത്രങ്ങൾക്ക് യുദ്ധമുറകൾക്കും പഴമയുടെ വിവരദോഷത്തിന്റെ തുരുമ്പുണ്ട്. ഞാൻ തിരിച്ചു വന്നത് നന്മയിൽ ഗോപാലന് സാധു തങ്കമ്മയിലുണ്ടായ മകനായിട്ടൊന്നുമല്ല. വെളിക്കണ്ടത്തിലിട്ട് പീതാംബരന്റെ പുറത്ത് കാൽ വെച്ച് പൂട്ടി നവദ്വാരത്തിലൂടെ പദവരുത്തിയിട്ടും എന്റെ കലി അടങ്ങിയിരുന്നില്ല. പഴയ കളിച്ചങ്ങാതിക്കുള്ള അവന്റെ അറിവുകേടിനുള്ള കൺസിഡറേഷൻ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്, വേണ്ട, വഴക്ക് വേണ്ട, ഈ പാവത്തിനെ വെറുതെ വിട്ടേക്കുന്നു. നിവർന്നു നിൽക്കാൻ ശേഷിയില്ലാത്തവനെ തറയിലെറിഞ്ഞ് കൊന്നിട്ടും നിനക്ക് മതി വന്നില്ല. ഇല്ലടാ, ഇനി നിന്നെയും കൂടി കൊല്ലണമെങ്കിൽ രാമനുണ്ണി ചെയ്യും. എന്നിട്ടേ ഇവിടെ കിട്ടുമെന്നാണെങ്കിൽ ഞാൻ അതിന് ഒരുക്കുവാണ്. എന്നെ നീ അത് ഇവളുടെ മുമ്പിൽ വെച്ച് വേണ്ട. എടാ വിനോ, നീ ചേച്ചിയെ വീട്ടിൽ കൊണ്ടുവിടെ. പിന്നെ കൊണ്ടുപോയി ഇവിടെ. ഇന്ന് അവന്റെ കൂടെ വീട്ടിൽ പോവാൻ. ശ്രീ കൂടി വരും. വഴക്കിന് നിൽക്കണ്ട. പോ കുട്ടി. കളത്തിൽ രാമൻ ഉണ്ണിക്ക് കൊടുക്കാൻ ബാക്കി വെച്ചതും മറന്നുപോയതും ഇന്ന് പലിശ സഹിതം കൊടുക്കണം. സമയമില്ല ശ്രീഹരിക്ക്. പിടിമച്ചുണ.
ശ്രീഹരി, ഇനി തന്നേക്ക്. കൊണ്ടുപോയി ഒന്ന് ഉണക്കി എടുത്തിട്ട് കുറച്ച് വർക്ക്സ് ഉണ്ട് ഞങ്ങൾക്ക് ഈ ബാഡിയിൽ. പോലീസുകാരെ കണാപ്പന്മാരി നാട് മുഴുവൻ കിടന്ന് ഓടുമ്പോ അളിയൻ ഇതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നല്ലേ? ചെയ്ത തെറ്റുകൾക്കെല്ലാം കൂടി അർഹിക്കുന്ന ശിക്ഷ നിനക്കൊരു കോടതിയും വിധിക്കാൻ പോകുന്നില്ല. ഒരു കുത്തിന് നെഞ്ചു തുരന്ന് പ്രാണൻ എടുക്കുകയാണ് വേണ്ടത്. പോ. നിന്റെ പണത്തിന് വിലക്ക് കിട്ടുന്ന വക്കീലും സത്യം കേൾക്കുമ്പോൾ കേൾവി കുറവ് കാട്ടുന്ന നരവെന്ന നീതിപീഠവും കൂടി നിന്നെ ഈസി ആയിട്ട് തിരിച്ചയക്കുമെങ്കിൽ മാത്രം നിന്നെ കാണാൻ ഒരിക്കൽ കൂടി ശ്രീഹരി വരും. അന്ന് പക്ഷെ പണം നിന്റെ രക്ഷയ്ക്ക് ഉപകരിക്കില്ല. കൊല്ലും രാമനുണ്ണി ഞാൻ തല്ലി കൊന്നുകളയും. ഇവനെടുത്ത് വണ്ടിയിലോട്ട് കയറ്റും. താങ്ക് യു. ഞാൻ തിരിച്ചു വരും അമ്മേ. അമ്മയ്ക്ക് വാക്ക് നൽകിയാണ് ഞാൻ പോകുന്നത്. അടുത്ത വീട്ടിലെ തൊടിയിലോ പറമ്പിലോ കളിക്കാൻ പോണ കുട്ടി പറയില്ലേ, അമ്മേ ഞാൻ എന്താ വന്നോട്ടോ, അങ്ങനെ കൂട്ടിയാ മതി. കാത്തിരിക്കണ അമ്മ വീട്ടിലുണ്ട് എന്ന ബോധമുള്ളപ്പോൾ എനിക്കെങ്ങനെ തിരിച്ചു വരാതിരിക്കാൻ കഴിയും? അമ്മയ്ക്ക് വിശ്വാസ അമ്മയുടെ കുട്ടിയെ എന്നെ പറഞ്ഞു കളിപ്പിക്കില്ല. എന്റെ മോൻ വേഗം ഇങ്ങ് തിരിച്ചു വരും. ഹരി, it's time. Okay. Give me a hand. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്. എല്ലാവരും നല്ല മിടുക്കന്മാരായിട്ടിരിക്കണം. ആരും വികൃതി ഒന്നും കാട്ടാൻ പാടില്ല. സ്വാമി പോയിട്ട് വരട്ടെ. അയ്യോ, സ്വാമി എന്ന് പറഞ്ഞപ്പോഴാ പാലിശ്ശേരി. പുകഞ്ഞ് തീരല്ലേ, നല്ല എരിതിരിയായിട്ട് കത്തി നിൽക്കണേ. ഹരിയേട്ടൻ പെട്ടെന്ന് വരാം. ശ്രീധരേട്ടാ, നിങ്ങൾ ആ പൊന്നാപുരം കോട്ടയുടെ പ്രിന്റ് ഒന്ന് അന്വേഷിക്കണം. അതെങ്ങനെ? ഇയാൾക്ക് തമിഴ് പടമല്ലേ ബോധിക്കൂ? ഇത്രയും ഭാഷാ സ്നേഹമില്ലാത്തൊരു ചങ്ങാതി. മളു, ഓക്കെ, ഐ എം ലീവിങ്. കുട്ടരാം, താനിതൊന്നും കാര്യമാക്കണ്ട. ഈ രോഗവും ചികിത്സയൊക്കെ നോവല്ലാകുമ്പോൾ ക്ലീഷേ. താൻ ക്ലൈമാക്സ് സ്റ്റൈലാക്കിക്കോ. ശ്രീഹരി സ്വന്തം വിമാനത്തിൽ ഇന്ത്യയിലേക്കും കൂട്ടി ഓസ്ട്രേലിയയിലേക്ക് പറന്നു മറ്റോ. സ്വപ്നങ്ങൾ വിൽക്കുന്നവനാണോ എഴുത്തുകാരൻ? വിൽക്കുമ്പോ എന്തിനാ ദുസ്വപ്നങ്ങൾ വിൽക്കുന്നത്? നല്ല സുഖമുള്ള സ്വപ്നങ്ങൾ വിൽക്കുക. ഇന്ദു, ഓ, നീ വരുന്ന എന്റെ കൂടെ. കൊണ്ടുപോട്ടെ ഞാനിവളെ. ബാക്കിയുള്ളത് വർഷങ്ങളായാലും ഇത്തിരി നാളുകളായാലും അത് പങ്കിടാൻ ഇവളും കൂടെ. കൊണ്ടുപോയിക്കോളൂ. ആരാ വേണ്ടാന്ന് പറഞ്ഞേ? കൊണ്ടുപോയിക്കോടാ മോനെ. എന്നിട്ട് ഒരുമിച്ചിങ്ങ് തിരിച്ചു വാ. ഞങ്ങൾ ഈ പൂമുഖത്ത് കാത്തു വെക്കും. ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്.